വിചാരസാഗര മദനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിങ്ങനെയുള്ളൊരു വേദിയാണ്. നമ്മുടെ മനോവ്യാപാരങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങി ചെല്ലുക, നമ്മുടെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുക, അങ്ങനെ കൂടുതൽ ശ്രേഷ്ഠമായൊരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേറുക. എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും, ജീവിതഗന്ധിയായ ഏത് വിഷയങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യും. നമ്മളോടൊപ്പം ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പല പല പുതിയ ഉൾക്കാഴ്ചകളും പുതിയ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ഈ വേദിയിലേക്ക് നമ്മുടെ ഭാഗ്യാതിരേകമാണ് നമ്മോടൊപ്പം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മാനവ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ബ്രഹ്മകുമാർ രാജയോഗി സുരേന്ദ്രൻ ഭായിജി നമ്മോടൊപ്പമുണ്ട്. തനിക്ക് ലഭിച്ച ആഴമേറിയ ഉൾക്കാഴ്ചകൾ അദ്ദേഹം ഈ പരിപാടിയിൽ നമ്മളുമായി പങ്കുവയ്ക്കും. സുരേന്ദ്രൻ ഭായിജി, അങ്ങേക്ക് വീണ്ടും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പല വളരെ ആഴമേറിയ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ എനിക്ക് എൻ്റേതായൊരു ചോയ്സ് മേക്കിംഗ് ഉണ്ട്. ആ സന്ദർഭത്തിനനുസരിച്ച ചിന്തകൾ വരേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ നല്ല ചിന്തകൾ കൊണ്ടുവരാൻ വേണമെങ്കിൽ കഴിയും. ആ ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ സംസാരിച്ചിരുന്നു. യഥാർത്ഥ രീതിയിൽ ഇന്ന് വിദ്യാഭ്യാസം എത്രയോ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു സംശയം എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വിദ്യാഭ്യാസ വ്യവസ്ഥ മുന്നേറിയിട്ടും ഇന്നും മാനവരാശിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നു? വിചാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്തൊരവസ്ഥ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്തുണ്ടാവുന്നു? നമ്മൾ ഭൗതികമായിട്ട് വളരെ മുന്നേറിയിട്ടുണ്ട്, വെളിയിൽ വളർച്ച കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ നമ്മൾ അത്രത്തോളം ആ വളർച്ചയെ ഉൾക്കൊള്ളാനുള്ള ആ സുഖസൗകര്യങ്ങളെ സമാധാനത്തോടും ശാന്തിയോടും സ്വയം അതിൻ്റെ ലാഭമെടുക്കുന്നതിനും മറ്റുള്ളവർക്ക് ആ ലാഭം എത്തിക്കുന്നതിനും നമ്മൾ പ്രാപ്തരായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ചുമതല വഹിക്കുന്നവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ വലിയ വലിയ ചുമതല വഹിക്കുന്നവർ എന്തെന്ന് വെച്ചിരുന്നാൽ അവരുടെ ജീവിതം വെറും അത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. കൂടുതൽ നേട്ടങ്ങളുണ്ടാകണം, വലിയ നിലയിലെത്തണം എന്നുള്ള ഒരു ഓട്ടമാണ്. അത് ഓടുന്നതിൽ കുഴപ്പമില്ല. ഓട്ടത്തിനോടൊപ്പം ജീവിതത്തെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നർ ഗ്രോത്ത്, അതിന് നമ്മൾ പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്തിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഇപ്പം എന്നത്തേക്കാൾ മുന്നേറി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ഈ ഒരു ഗ്രോത്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതാണ് ഇവിടെ ചോദ്യം. വിദ്യാഭ്യാസ പ്രക്രിയയിൽ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതല്ലേ? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മറ്റൊരു ഡയമെൻഷൻ കൂടെ വേണ്ടിയിരിക്കുന്നു. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് എൻജിനീയറിങ് പഠിക്കുക, മെഡിക്കൽ പഠിക്കുക, IAS പോവുക, IPS ആകുക, ഇല്ലെങ്കിൽ വലിയ ഒരു ഇൻഡസ്ട്രീസ് തുടങ്ങുക, വലിയ ആളുകാകുക, പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കൂടുതലും ഉള്ളത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ജീവിതത്തെ ശ്രദ്ധിക്കാറില്ല. പലരും ജീവിക്കാൻ ഓർമ്മിക്കുന്നത് 70-80 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലോകത്ത്. അപ്പോൾ അപ്പോഴും ഇനിയിപ്പോൾ ജീവിക്കണമെന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്ക് അപ്പോഴും ജീവിതം തീർന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. എഡ്യൂക്കേഷൻ ഈസ് ഡീകൺസ്ട്രക്റ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്റ്റിംഗ് എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. നമ്മൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് പറയുന്നത്. ഓരോ സന്ദർഭങ്ങളെ ഒരു അനുഭവമാക്കി മാറ്റി നമ്മളിൽ പക്വത വരേണ്ടതാണ്. അതുപോലെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴത്തേക്ക് വിനയം ലക്ഷണം എന്നാണ് പറയുന്നത്. വിനയമാണ് വർദ്ധിക്കേണ്ടത്. പക്ഷേ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ ഈ ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഇത്രയും ഡിഗ്രികളുണ്ട് എന്ന് പറയുന്നതല്ലാതെ പറയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തലയിൽ ഭാരം കൂട്ടേണിയെന്ന് ഈഗോയിസ്റ്റിക് ആകുകയാണ്. അപ്പോൾ ഈഗോയിസ്റ്റിക് അല്ല നമുക്കാകേണ്ടത്. നമുക്ക്
ഐ മസ്റ്റ് ബിക്കം എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ്. നല്ലൊരു മനുഷ്യനാകേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മനുഷ്യത്വമുണ്ട് ഞാൻ പഠിച്ചപ്പോഴത്തേക്ക്, മനുഷ്യത്വം എന്ന് വെച്ചിരുന്നാൽ നന്മ എന്നിൽ എത്രത്തോളമുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് എഡ്യൂക്കേഷൻ്റെ ഒരു പാർട്ടായിരിക്കണം തീർച്ചയായിട്ടും. ക്യാരക്ടർ വൺ ഡൈമെൻഷൻ, പെരുമാറ്റം മറ്റൊരു ഡൈമെൻഷൻ. എൻ്റെ പെരുമാറ്റം മെച്ചപ്പെടണം, എൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെടണം, എൻ്റെ കോൺട്രിബ്യൂഷൻ മെച്ചപ്പെടണം. ഇതാണ് എഡ്യൂക്കേഷൻ കൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ബോധോദയമാണ് ഉണ്ടാകുന്നത്, ഒരു തരത്തിലുള്ള എൻലൈറ്റൻമെൻറ്റാണ് വരുന്നത്. എൻലൈറ്റൻമെൻറ്റ് വരുമ്പോഴത്തേക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നേ. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ഹെൽപ്പ് അതേഴ്സ് ടു ലിവ് ആൾസോ. അത് ഇല്ലാത്ത കാലത്തോളം ഞാൻ വിചാരിക്കുന്നു ഞാൻ സുരക്ഷിതനാണ് ഈ ലോകത്ത്. പക്ഷേ ഞാൻ സുരക്ഷിതനല്ല. കാരണം എൻ്റെ ചുറ്റുപാടിലും എന്താണെന്ന് വെച്ചിരുന്നാൽ ഭയങ്കര അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപകടം എന്നെയും ബാധിക്കും എന്നുള്ളത് എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇന്ന് പൊതുവേ ആൾക്കാരുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും ഇങ്ങനെ ഒരു പലപ്പോഴും ഒരു നിസ്സംഗത യഥാർത്ഥത്തിൽ കാണാറുണ്ട്. അതായത് ചുറ്റും ഉള്ള പ്രശ്നങ്ങളോടുള്ള ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ വിഷമിച്ചാൽ എനിക്ക് യാതൊരു തകരാറും ഇല്ല, എനിക്ക് എൻ്റെ കാര്യം ആണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും? എങ്ങനെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, 5 പേരുണ്ടെന്ന് വെച്ചോളണം. ഈ 5 പേർക്ക് ഒരാളിലെങ്കിലും സമാധാനമില്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് എന്നെയും ബാധിക്കും. നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്. ആ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഇല്ലെന്നുണ്ടെങ്കിൽ അത് എന്നെയും ബാധിക്കും എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലും വിദ്യാഭ്യാസമുള്ളവരെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ കൂടുതലും ആത്മഹത്യ ഇവിടെയാണ് നടക്കുന്നത്, കേരളത്തിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻ്റ് ഇവിടെയാണുള്ളത്, കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഇവിടെയാണുള്ളത്. ഇതിനെപ്പറ്റി നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കും ഒത്തൊരുമിച്ചും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. ചിന്തിച്ച് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി വരണം. അതാണ്, മറ്റുള്ളവരെ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് എന്നെ മാറ്റിയെടുക്കണം. എൻ്റെ ക്രൂരത, എൻ്റെ ഹിംസാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ, എൻ്റെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തനങ്ങൾ, ഇതിനെയെല്ലാം ഞാൻ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. വീട്ടിൽ കുഴപ്പമാണ്, വീട്ടിലുള്ള ആരാണ്? അച്ഛനാണ് മുതിർന്ന ആൾ. അപ്പോൾ അച്ഛനിൽ സമാധാനവും ശാന്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം അച്ഛനെയാണ് നോക്കുന്നത്. ഹീ ബിക്കംസ് ദ ലീഡർ. അപ്പോൾ അച്ഛനെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വയ്ക്കും, തെറ്റാണ് ചെയ്യുന്നത്. അച്ഛൻ റിയാക്റ്റ് ചെയ്യില്ല. കാരണം അച്ഛൻ കുട്ടികളെ രൂപത്തിൽ നോക്കുമ്പോഴത്തേക്ക് അച്ഛന് വിഷമത ഉണ്ടാകില്ല. പ്രായമായിരിക്കും കുട്ടികൾ, 20 ആയിരിക്കാം, 25 ആയിരിക്കാം. എന്നിരുന്നാലും അച്ഛൻ്റെ ലെവലിൽ നമ്മൾ മകനാണ്. അച്ഛൻ 60 വയസ്സ് പ്രായമുള്ള ആളാണ്, മകൻ 25 വയസ്സ് പ്രായമായാണ്. അപ്പോൾ അച്ഛനറിയാം ഈ ആൾ ഇപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ സമാധാനമായിട്ടിരിക്കുമ്പോഴത്തേക്ക് മകൻ അച്ഛനെ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മകൻ പാഠം പഠിക്കുകയാണ്. ഇതുപോലെ നമ്മൾ എല്ലാവരും, മുതിർന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ബോധമുണ്ടായിരിക്കണം. ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനെ മറ്റുള്ളവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ നോക്കി ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം, എൻ്റെ ശബ്ദങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം, എൻ്റെ ബിഹേവിയറിൽ എനിക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പദം ഉപയോഗിച്ചല്ലോ, എനിക്ക് എന്നെ പരിവർത്തനപ്പെടുത്തണം, എൻ്റെ ഉള്ളിലെ ദുഷ്ട സ്വഭാവങ്ങളെ മാറ്റണം. പക്ഷേ ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത് വളരെ ആരെ ഉപദ്രവിക്കാൻ പോവാത്ത അല്ലെങ്കിൽ സാധുക്കളായി ജീവിക്കുന്നവർ, അപ്പോൾ അവർക്കും അവരുടെ നേരെയും പലപ്പോഴും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്
ഏത് തരത്തിലുള്ള ചേഞ്ച്? കാരണം ഇവിടെ ദുഷ്ട സ്വഭാവം അല്ലെങ്കിൽ ക്രൂര സ്വഭാവം ഒന്നും ഈ വ്യക്തി കാണിക്കുന്നില്ല. വളരെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന വ്യക്തി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ആരാണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത്? ഈ വ്യക്തി കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയുള്ള മാറ്റം കൊണ്ടുവരണം? ഇത് നമുക്ക് നിയമപരമായിട്ടും പല പല പരിഹാരങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. യുദ്ധം കൊണ്ട് ഇതുവരേക്കും ഒരു സ്ഥലത്തും സമാധാനം സ്ഥാപിച്ചിട്ടില്ല. യുദ്ധം അത് വലിയ നിലയിൽ, താഴെയും യുദ്ധം കൊണ്ട് ഒരു സ്ഥലത്തും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ഒക്കില്ല. ഒരാളിനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, അതിനുവേണ്ടി നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സമാധാനപരമായിട്ട് അതിനെ നേരിടാൻ സാധിക്കും. അതിനുള്ള വഴികളുണ്ട്. സന്മനസ്സുള്ളവരെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. അതിനെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് വഴികൾ നമ്മളുണ്ട്. ബട്ട് നമ്മൾ ആ വഴികളൊന്നും നോക്കാറില്ല. നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ടിറ്റ് ഫോർ ടാറ്റ്, ഐ ഫോർ ആൻ ഐ. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു കണ്ണാണ് അവരെടുത്തത്, നമ്മൾ 2 കണ്ണും എടുക്കും എന്നുള്ള ഒരു പോക്കാണ്. ഈ പോക്കിൽ അവസാനം എന്താകുമെന്ന് വെച്ചാൽ എല്ലാവരും കുരുടന്മാരായി പോവുകയാണ് എന്ന്. അങ്ങനെയല്ല. നമ്മൾ വലുതായിട്ടൊന്നും അങ്ങനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ജീവിക്കാൻ നമുക്ക് ഒരുപാട് ചോയ്സസ് ആണുള്ളത്. ആ ചോയ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ സമാധാനവും ശാന്തിയുമാണ്. അല്ലാതെ നമ്മുടെ പൈസയും നമ്മുടെ വസ്തുക്കളും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഭാവം നമ്മളെ എതിർക്കുന്നവരുടെ മനസ്സിനെ പോലും ബാധിക്കും. നമുക്കറിയാം മഹാത്മാഗാന്ധി എങ്ങനെയാണ് നമുക്ക് ഫ്രീഡം കൊണ്ടു തന്നത്. അദ്ദേഹം സത്യാഗ്രഹത്തിൽ കൂടെ, അഹിംസയിൽ കൂടെ ഇത് ചെയ്ത് ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആളുകളെ അതിന് വിരുദ്ധമായിട്ട് നിർത്തിക്കൊണ്ടു അഹിംസയുടെ തത്വം കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ കൈകാര്യം ചെയ്തുകൂടാ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ട്യൂണിങ് എന്താണെന്നറിയാം. അവരങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ മോശക്കാരനായി പോകും. മോശക്കാരനാവാൻ എന്നത് സമൂഹത്തിൽ ആരും തയ്യാറാവും. അത് ഒരു തരത്തിലുള്ള ഈഗോയാണ്. ഹിന്ദിയിൽ പറയുന്നത് മൈ കിസി സെ കം നഹീ എന്നാണ് പറയുന്നത്. ഞാൻ ചെറിയ ആളൊന്നും അല്ല കേട്ടോ, ഞാനും വലിയ ആളാണ്. വലിയ ആളായിരുന്നാലും ചെറിയ ആളായിരുന്നാലും പിന്നെ എന്താണ് അവസാനം എന്തോമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട് അർത്ഥം എൻ്റെ നേരെയുള്ള ഒരു പ്രശ്നം വന്നാലും ഞാൻ അതിനെ വളരെ സമാധാനത്തിൻ്റെ രീതിയിൽ ഞാൻ ഡിസ്റ്റർബ് ആവാതെ ഇരിക്കുക. അപ്പോൾ അത് ഞാൻ നേടിക്കഴിഞ്ഞാൽ ഞാൻ വിദ്യാഭ്യാസമുള്ള ആളായിട്ട്. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കുന്നവനാവില്ല, ഞാൻ പരാതികൾ ഉള്ളവനായിരിക്കില്ല, ഞാൻ കുറ്റം പറയുന്നവനാകില്ല. ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെന്നറിയാം, ഒന്നുകിൽ ബ്ലെയിം ചെയ്യുക, ഇല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, രണ്ടുമാണ്. വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും അതാണ്. ധാരാളം ഇതിപ്പോൾ വളരെയധികം ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സമൂഹത്തിൽ വലിയ ലെവലിൽ നോക്കിയാൽ പോലും ചെറിയ ലെവലിൽ പോലും ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ പോലും നമ്മൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും അങ്ങനെയുള്ള. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമ്മളിൽ ഒരു എത്തിക്സ് എന്നുള്ള ഒരു കാര്യമുണ്ട്, വാല്യൂസ് എന്നുള്ള മറ്റൊരു കാര്യമുണ്ട്. മൂല്യങ്ങളെയും സദ്വിചാരങ്ങളെയും സത്പ്രവൃത്തികളെയും നമ്മൾ നമ്മുടെ വാല്യൂ സിസ്റ്റമാക്കി മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് അങ്ങനെ ആയിരിക്കണം. എല്ലാ സമയത്തും ഞാൻ സദ്വിചാരം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രവൃത്തികൾ സത്പ്രവൃത്തികളായിരിക്കുകയുള്ളൂ. ആരെല്ലാം എന്തായിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും അത് അവരുടെ ചോയ്സാണ്. പക്ഷേ എൻ്റെ ചോയ്സ് എപ്പോഴും ഇതാണ്. കാരണം മൈ മോറൽ കോണ്ടക്റ്റ് ഇതാണ്, ഇതെൻ്റെ റൂൾ ആണ്, എൻ്റെ ലൈഫിൻ്റെ റൂളാണ് എന്നുള്ളത് ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്ക്, ബിക്കോസ് ഐ ആം ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, അറിവുള്ള ആളാണ്. അറിവുള്ള ആൾ തെറ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കാണ് ആ തെറ്റ് എന്നെയാണ് നശിപ്പിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എവരി മിസ്റ്റേക്ക് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ അറ്റ് മെൻ്റൽ ലെവൽ ആർ അറ്റ് മൈ മോറൽ ലെവൽ എന്നെ നശിപ്പിക്കുകയാണ്. പക്ഷേ ഇപ്പം സാഹചര്യങ്ങൾ കാരണം അങ്ങനെയും പറയാറുണ്ടല്ലോ, സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ജയിലിൻ്റെ അവസ്ഥകൾ നോക്കിയാൽ വളരെ ചെറുപ്പക്കാർ പോലും ധാരാളം പേര് ജയിൽ മേറ്റ്സ് ആയിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടായി? ജീവിത സാഹചര്യങ്ങളിൽ വഴി തെറ്റിപ്പോയി. അപ്പോൾ സാഹചര്യങ്ങളാക്കുന്നു അല്ലെങ്കിൽ സമൂഹമാക്കി തീർക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതിലില്ലേ എന്നുള്ളതാണ്. സാഹചര്യം എന്നേക്കാളും വലുതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ജയിലിൽ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ അവിടെ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർ ക്ലാസ് കഴിഞ്ഞ് തീരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വരും. വന്നിട്ട് പറയും, സാറേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു പോയതാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അതാണ്. അപ്പോൾ ആ ഇഷ്ടമില്ലാത്തതായിട്ട് പോലും ആ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ആൾ റൈറ്റ് നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാറില്ല. ഇതിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കാം. ഒരാൾ മറ്റൊരാളിനെ മർഡർ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നപ്പോഴത്തേക്ക്, മർഡർ ചെയ്യുന്നത് വളരെ ഈസിയാണ്. പക്ഷേ അതിന് ശേഷം അത് എന്താവും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ലൈഫ് ലോങ് നിങ്ങൾ ജയിലിലായിരിക്കും. നിങ്ങളെ എല്ലാ തരത്തിലുള്ള ജീവിതവും അവിടെ വെച്ച് അവസാനിച്ച്. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം പോയി. സ്വാതന്ത്ര്യമില്ലാത്ത ആളിന് ജീവിതമേ ഇല്ല. അപ്പോൾ കോൺസിക്വൻസിനെ പറ്റി നമ്മളൊരു ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളിനോട് ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകും. നമ്മൾ ക്ഷമിക്കാറില്ല. മഹാന്മാരെല്ലാം ക്ഷമിക്കുന്നവരായിരുന്നു. നമുക്കറിയാവുന്നതാണ്. പറയാണ്, മഹാത്മാഗാന്ധിയെ ഓടിക്കൊണ്ടു പോകുന്ന ട്രെയിനിൽ നിന്ന് ഒരാൾ എടുത്ത് വെളിയിൽ കളഞ്ഞ് അദ്ദേഹം ആരെയും പഴി പറഞ്ഞില്ല. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് സംഭവങ്ങളാണ്. ഗൗതമ ബുദ്ധൻ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരാൾ വന്ന് തുപ്പി. അദ്ദേഹം തുടച്ച് കളഞ്ഞിട്ട് ചോദിച്ച്, ഇനി വല്ലതും ഉണ്ടാന്ന് ചോദിച്ച്. പിറ്റേന്ന് അയാൾ ഓടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ച്, എന്തിനാണ് ക്ഷമിക്കേണ്ടത്? അത് ഞാൻ ഇന്നലെ തുപ്പിയെന്ന് പറഞ്ഞ്. അയ്യോ, ഞാനത് മറന്നുപോയല്ലോ. മനസ്സിലായില്ലേ? ഇതാണ് മഹാന്മാർ. ആ മാനസിക അവസ്ഥ. നമ്മളൊരു മഹാന്മാരെ പറ്റി പറയുന്നു, കേൾക്കുന്നു, വായിക്കുന്നു എല്ലാം, ഒരു ശകലമെങ്കിലും അവരുടെ ജീവിത ശൈലിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളെ മറന്നുകൊണ്ട്, തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ അതിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പക്ഷേ എൻ്റെ നേരെ ഉണ്ടായ വളരെ നീചമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ എന്നെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചതിനെ അങ്ങനെ ധാരാളം നടക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ അതിനെ മറന്ന് മുന്നോട്ട് പോകാൻ, അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ആൾ റൈറ്റ്, നമ്മളെ താഴ്ത്തുന്നതിന് ശ്രമിച്ച്, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ച്, അതിന് പ്രത്യുത്തരമായിട്ട് മറ്റുള്ള ആളിനെ താഴ്ത്താനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. മറ്റുള്ള എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളിനെ ഞാൻ നശിപ്പിച്ചിട്ട് എവിടെ പോകാൻ പോവുകയാണ്? അല്ല, അതൊരു സൊല്യൂഷനാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആൾ റൈറ്റ്, ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. അത് നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് അത് എന്തായിരുന്നാലും അത് തീരാൻ പോകണില്ല, അത് വർദ്ധിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ലൈഫ് ലോങ് സ്ട്രഗിളായിട്ട് മാറൂലേ? ഒരു ശകലം അങ്ങ് വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ, അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അറിവില്ലാത്തതുകൊണ്ട് ചെയ്യാണ്. ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും. നമുക്കിന്നുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം, നമ്മുടെ ബന്ധങ്ങൾ തകരാനുള്ള കാരണം ഇതാണ്. ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് നമ്മളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻസാണ് വേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്കിങ്ങനെയുള്ള പാഠങ്ങൾ തീർച്ചയായിട്ടും അഭ്യസിക്കണം. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയോടൊപ്പം ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ തന്നെ ചെറിയ കുട്ടികൾ
ഭാവി തലമുറയാണ്. ഇന്ത്യയിൽ തന്നെ 50% യുവജനങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും വരുന്ന യുവജനങ്ങൾ ധാരാളം പേർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു, എനിക്ക് നേരെ വരുന്ന ഒരു പ്രശ്നത്തിനോട് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാനുള്ളൊരു ക്ഷമത, അത് എങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യുവാക്കന്മാർക്ക് പ്രചോദനം എവിടെ നിന്ന് എടുക്കാൻ സാധിക്കും? അത് ഞാൻ ശ്രമിച്ചേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേ പറ്റൂ. എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിന്തിക്കാൻ ഒക്കില്ല. മറ്റൊരാളിൻ്റെ അഡ്വൈസ് എടുക്കുന്നതിനും ആരും തന്നെ തയ്യാറുമല്ല. ഇതെല്ലാം നമ്മൾ ജീവിച്ച് അനുഭവങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സയൻറ്റിഫിക് റിസർച്ച് വേണം, എൻജിനീയറിങ് ടെക്നോളജി അഡ്വാൻസ് ആകണം, മെഡിക്കൽ സയൻസ് പുരോഗതിയിലുണ്ടാകണം, ഇതെല്ലാം വേണം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് ആർട്ട് ഓഫ് ലിവിങ് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ജീവിതം എങ്ങനെ ശരിയായി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ ഞാൻ ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കണം എന്നുള്ളത് അതിനെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിക്കുന്നതിന് ഒന്ന് അറിവ് വേണം, മറ്റൊന്ന് വിൽ പവർ വേണം, ആത്മബലം വേണം, ഇന്നർ പവറാണ് നമുക്ക് ആവശ്യം. നമുക്കിപ്പോൾ ടോളറൻസ് ലെവൽ നമ്മളത് നില്ലാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ഇത് ടോളറൻസ് ഇല്ലാത്ത ആളിൻ്റെ എന്നുവെച്ചാൽ പവർലെസ് ആയിട്ടുള്ള ഒരാളിൻ്റെ സ്വഭാവമാണ് കൂടെ ദേഷ്യം വരിക എന്നുള്ളത്. ടോളറൻസ് ലെവലുള്ള ഇന്നർ പവറുള്ള ആൾ ഒരിക്കലും അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയില്ല, എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുകയില്ല. ആൾ വളരെ ശാന്തനായിരിക്കും. അപ്പോൾ ഈ ഒരു വികാര വിചാരങ്ങളുടെ നിയന്ത്രണം ഇത് തന്നെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിന് അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ മനോഭാവത്തിൽ മാറ്റം കാലത്ത്. നല്ലൊരു ചോദ്യമാണ്. കാലത്ത് എണീക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഒരു നല്ലൊരു സങ്കല്പം കൊണ്ടുവരിക. ഇന്നത്തെ ദിവസം ഞാൻ സമാധാനമായിട്ട് ജീവിക്കും. അന്നത്തെ തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം. അതുപോലെ കാലത്ത് എണീറ്റാലുടൻ അല്പസമയം എന്നെ മാനസികമായിട്ട് തയ്യാറാക്കുന്നതിന് സമയം കണ്ടെത്തുക, എന്ന് വെച്ചാൽ സൈലൻറ്റ് പ്രെയർ. അത് നമ്മൾ ചെയ്യുക. വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക, ഉള്ളിലിറങ്ങി നോക്കുക. ഇന്നത്തെ എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, എവിടെയെല്ലാം പാഴ്ചകൾ പറ്റിയിട്ടുണ്ട്, അതിനെ എനിക്ക് റിപ്പയർ ചെയ്യണം. എന്ന് വെച്ചാൽ ടോട്ടലി നമുക്ക് മറ്റ് ഉള്ള എഡ്യൂക്കേഷനോടൊപ്പം ദിസ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിദ്യാഭ്യാസം, അപ്പോൾ ഇതിനെ തന്നെയല്ലേ ഈ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെയാണോ? ഇത് തന്നെയാണ് ആത്മീയ വിദ്യാഭ്യാസം. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഭൗതികം മാത്രമല്ല ആത്മീയവും കൂടിയാണ്. അത് വിദ്യാഭ്യാസ പ്രക്രിയയോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് തീർച്ചയായിട്ടും വളരെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ വികാരങ്ങളിലും മനോഭാവത്തിലും നാം തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയേ തീരൂ. ഈ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. വിചാരസാഗര മഥനത്തിൽ തീർച്ചയായും നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ആഴത്തിലേക്ക് പോകാനും ജ്ഞാനത്തിൻ്റെ ഉൾക്കാഴ്ചകളുടെ മുത്തുകൾ പെറുക്കിയെടുക്കാനുമുള്ള സുവർണാവസരമാണ്. നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. വിചാരസാഗര മഥനത്തിൻ്റെ വീണ്ടും ഒരു എപ്പിസോഡുമായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും